ഹലോ 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 ഒരൊറ്റ മിനിറ്റ്, ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് പോകും. അതെ, നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ എടുക്കാത്തത്? നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും വരില്ല എന്നുള്ള ഉറപ്പുകൊണ്ടല്ല നിങ്ങൾ എടുക്കാത്തത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ? നിങ്ങൾക്ക് ഷുഗർ ചെറിയ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നാളെ ഒരിക്കൽ കിഡ്നിക്ക് പ്രശ്നമുണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ചിലപ്പോൾ ക്രിയാറ്റിൻ ലെവൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പക്ഷേ നാളെ നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ ലെവൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞാൽ നിങ്ങൾ മിക്കവാറും ഒരു ഡയബറ്റിക് പേഷ്യൻ്റായിട്ട് ശരിക്കും വരാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കിഡ്നി പ്രോബ്ലം ഉള്ള ഒരു വ്യക്തി കൂടെ ആവാം. ഈ കിഡ്നി പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഇല്ല അല്ലേ? പറഞ്ഞുതരാം. ഈ കിഡ്നിക്ക് പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അവിടെ ഡയാലിസിസ് ആവശ്യം വരും. മിക്കവാറും ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 എണ്ണം ആവശ്യം വരും. ഒരു ഡയാലിസിസിന് ഏകദേശം 1500, ചിലപ്പോൾ 2000. അത് ആശുപത്രിയുടെ വലിപ്പത്തിനനുസരിച്ച് വ്യത്യാസം വരും. അങ്ങനെ ഒരു ആഴ്ചയിൽ 3 എണ്ണം വച്ച് ചെയ്യുകയാണ് എങ്കിൽ ഒരു മാസം ഏകദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 25,000 അല്ലെങ്കിൽ 30,000 രൂപ നിങ്ങൾക്ക് ഡയാലിസിസിന് മാത്രം വരും. അതേപോലെ തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വളരെ വലിയ ചികിത്സാ ചെലവ് വരും. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള ഷുഗറോ പ്രഷറോ വലിയൊരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്ന് തന്നെ ബുദ്ധിപരമായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. അസുഖം വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല. വരുന്നതിന് മുമ്പ് നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ എടുത്തു വച്ചാൽ നാളെ ഒരിക്കൽ നിങ്ങൾക്ക് സങ്കടപ്പെടാതെ ദുഃഖിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാം. ഓക്കെ.